ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ദോശയ്ക്കെല്ലാം കലക്കി വെച്ച് ബീട്രൂട്ട് ദോശയാണ്. എല്ലാം കലക്കി സെറ്റാക്കി വെച്ച് നമുക്ക് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ദോശക്കല്ലിൽ ഒഴിക്കാം. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ബീട്രൂട്ട് ദോശ കാണാനും നല്ല ഭംഗിയാണ്. മാവിൽ അരി ആട്ടാൻ നേരത്ത് ഉഴുന്ന്, പിന്നെ പച്ചരി, ഉലുവ, ഇത് മൂന്നും ചേർത്ത് 5-6 വെള്ളം കഴുകി കളഞ്ഞതിന് ശേഷം അടുത്ത വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിലാണ് ആട്ടിയത്. പിന്നെ ആട്ടാൻ നേരത്ത് ചോറ് ചേർത്ത് പിന്നെ ഉപ്പും വീത്തി കലക്കിയെടുത്ത് പിന്നെ ബീട്രൂട്ട് മിക്സിയിലടിച്ച് ചേർത്ത് ബീട്രൂട്ട് ദോശ. അപ്പോൾ ഇനി ചായക്ക് വെള്ളം വയ്ക്കാം. അവിടെ ഇരിക്കട്ടെ. ചായക്ക് വെള്ളം വെച്ച് ചമ്മന്തിക്കറി ഉണ്ടാക്കിയായിരുന്നു. മോക്ക് രാവിലെ കോളേജിൽ പോകണമായിരുന്നു. അവൾ 5:15 പോയി. അങ്ങനെ ചമ്മന്തിക്കറി ആക്കി മോക്ക് ദോശ ചുട്ട് കൊടുത്തിട്ട് കഴിച്ചുകൊണ്ട് പോയി. പിന്നെ കട്ടൻ ചായ ഇട്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായി. ഇങ്ങനെ നല്ല അടിപൊളി ദോശകൾ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദോശക്കല്ലിൽ എണ്ണ പുരട്ടി കൊടുക്കണം. നോൺ സ്റ്റിക്കിൻ്റെ അല്ലാത്തതാണ്. അപ്പം ഈ എണ്ണ പുരട്ടണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് പുരട്ടുന്നത്. ഇനി ചായ ഇടാം. ചായക്ക് തേയില ഇടാം. തേയില, പഞ്ചസാര, നല്ലതുപോലെ ദോശക്കല്ലിൽ നിന്ന് വിട്ട് വരണണ്ട. ഇച്ചിരി കൂടെ ഒന്നാകുമ്പോഴേ മറിക്കണുള്ളൂ. ഡെങ്കികളായിപ്പോൾ എല്ലാവരും ഇങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഗുണമുള്ള. നമ്മളിപ്പോൾ ബീട്രൂട്ട് തോരനൊക്കെ കഴിക്കില്ലേ, അതുപോലെ തന്നെ നമ്മളിത് വേവിച്ചാണ് കഴിക്കണത്. അല്ലാതെ ABC ജ്യൂസ് അടിക്കണേൽ അല്ലാതെ അല്ലേ നമ്മൾ കഴിക്കണം. അപ്പം അതുപോലെ കഴിക്കണം. നല്ല ഹെൽത്തിയാണ്. ഇത് രാവിലെ ഇത് 2 എണ്ണം അങ്ങോട്ട് കഴിക്കണം. ചായയും കൂടെ അങ്ങോട്ട് കുടിച്ച് നല്ല ഉഷാറാവും. പാലൊഴിക്കാം. പാല് വെള്ളം കിടന്ന് തിളയ്ക്കണം. തിളയ്ക്കണം. ആ മുരളീര പാലാണ്, കുപ്പിപ്പാലാണ് നമ്മൾ വാങ്ങിക്കുന്നത്. മറ്റേത് കവർ പാൽ ഇപ്പോൾ കട്ടി കാണില്ല ഒഴിച്ചാൽ. ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചായ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ചായ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് ചായക്കടയിൽ അടിക്കുന്നത് പോലെ ഒഴിച്ചു കൊടുക്കാം. ഈ കൈക്ക് അങ്ങനെ ബലം പിടിക്കത്തില്ല. ഒടിഞ്ഞ കൈ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് എടുക്കാൻ പറ്റില്ല. തോളിന് കഴപ്പുണ്ട്. കുറച്ച് ചായ മതി. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ദോശ, ചമ്മന്തിക്കറി, ചായ.
ചമ്മന്തി കറിയിൽ ഇത് ചമ്മന്തി അരയ്ക്കാൻ ചേർത്തിരിക്കുന്ന തേങ്ങ, മുളക് പൊടി, ശകല ഇഞ്ചി, പിന്നെ ഉപ്പ്, അതും ചേർത്ത് മിക്സിയിലടിച്ച്, പിന്നെ വേറെ ഒന്നുമില്ല, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇഞ്ചി ചേർത്തിട്ടുണ്ട്, ചായ, ഇതെല്ലാം റെഡിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അപ്പം ടാറ്റാ.